എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ കാസർഗോഡ് മിഞ്ചി പദവിൽ കേന്ദ്ര സംഘം ഇന്ന് പരിശോധന നടത്തി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നോട്ടീസ് നൽകിയതിനെ തുടർന്നായിരുന്നു വിദഗ്ധ സംഘത്തിൻ്റെ ഇന്നത്തെ പരിശോധന. അശാസ്ത്രീയമായിട്ടാണ് കീടനാശിനി കുഴിച്ചുമൂടിയതെന്ന് ആരോപിച്ച് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഭോഗാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖല ഡയറക്ടർ ജെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ സ്ഥലവും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണും സംഘം സന്ദർശിച്ചു. പ്രദേശത്തെ മണ്ണ്, ജലം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് ട്രൈബ്യൂണലിന് സമർപ്പിക്കും. And as a part of this, we have collected some soil sample at the problem area, and also we have collected the groundwater sample within these premises of the plantation area. And we had discussed with our public health center, primary health center at Eswar Mangal, and we have taken some data who are the victims of this and all. And we'll file the report before Honorable NGT for consideration. നിർവീര്യമാക്കാതെ കുഴിച്ചിട്ടതിനാൽ കാലക്രമേണ ഭൂഗർഭജലത്തിൽ എൻഡോസൾഫാൻ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പരാതിയിലെ വാദം. കുഴിച്ചുമൂടിയത് അശാസ്ത്രീയമാണെന്നത് സാധൂകരിക്കുന്ന തെളിവുകൾ ട്രൈബ്യൂണലിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഭോഗ് വ്യക്തമാക്കി. ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്ര സംഘം അന്തിമ റിപ്പോർട്ട് നൽകുക. 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.